അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പാമ്പിനെ ചൂടാനായി ഇന്തോനേഷ്യയിലേക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ അതിഥികളിനെ നമ്മൾ തൊടുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒഫൻസാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പരിപാടികളൊന്നും അനുവദനീയമല്ല. അപ്പോൾ ഇന്തോനേഷ്യയിൽ പാമ്പ് എന്നല്ല, അവിടെ ഏകദേശം തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തിന്നാൻ പറ്റുന്ന നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇന്തോനേഷ്യയിൽ പോയി നമ്മളൊരു പാമ്പ്, പിന്നെ അതുപോലെ വ്യത്യസ്തമായ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഇന്തോനേഷ്യയിൽ പോകണം. ഞാൻ മാത്രമേ പോകുള്ളൂ, രതീഷ് വരില്ല. കാരണം അവിടെ എക്സ്പെൻസും കൂടുതലാണ്. ഞാനും നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന പയ്യനും അതുപോലെ തന്നെ 2 യൂട്യൂബർമാരുണ്ട്. യൂട്യൂബർമാരെ കാണിച്ചു തരട്ടാം. എന്നാലും അടിപൊളി കുറേ വ്ളോഗ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ഫുഡ് കണ്ടന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്തോനേഷ്യ പറഞ്ഞ ഒരു ട്രഡീഷണൽ നാടാണ്, ട്രഡീഷണലായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ്. ഒരു 600-900 ദ്വീപുകളുണ്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ അത്രയും ദ്വീപുകളായിട്ടാണ് ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവിടെയും നമുക്ക് പോകാൻ പറ്റില്ല, കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പോയി കാണാം. നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റും. അപ്പോൾ രതീഷിനും കൂട്ടിട്ട് പോകണമെന്നുണ്ട്. അവിടുത്തെ എക്സ്പെൻസും അതുപോലെ തന്നെ അവിടെ നമുക്ക് സഞ്ചരിക്കാനുള്ള വാഹനവും ഇതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. പക്ഷേ രതീഷ് നമ്മൾ വിടില്ല കേട്ടോ, നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രതീഷ് തീർച്ചയായിട്ടും ഒരു വിസ ടിക്കറ്റ് എടുത്ത് ഓണറേവിലാണ് വിസ. നമുക്ക് അവിടെ പോയി ഇന്തോനേഷ്യ പോയി എടുത്താൽ മതി. അപ്പോൾ രതീഷിന് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രതീഷ് റെഡിയായി ഇരിക്കാൻ പറഞ്ഞു, സൂട്ട് കേസൊക്കെ റെഡിയാക്കി ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെട്ടിയപ്പോൾ കൂടെ കെട്ടി വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ, കുറേ സംസ്കാരങ്ങളുണ്ട് ഇന്തോനേഷ്യ. അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എനിക്കും അത് കാണണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വ്ളോഗുകളൊക്കെ നമ്മൾ ട്രാവൽ മാസ്റ്ററായിരിക്കും വരുന്നത്. ഇത് നമ്മൾ നമ്മുടെ മെയിൻ ചാനലുണ്ട്. ഈ ഫുഡുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിലുള്ളൂ. ബാക്കി ട്രാവൽ മാസ്റ്റർ എന്ന ചാനൽ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അവിടുത്തെ ട്രഡീഷണൽ പരിപാടികൾ, അവിടുത്തെ കൾച്ചറും അവിടുത്തെ സംഭവങ്ങളൊക്കെ, അവിടെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ഫോളോ ചെയ്താലും കുറേ വീഡിയോ നിങ്ങൾക്ക് അടിപൊളി വ്യത്യസ്തമായ കുറേ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്ത് 9:30 ഫ്ലൈറ്റ്. 9:30 ഞങ്ങൾ ഇവിടുന്ന് 3 മണിക്ക് പോയാലും 9:30 ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴികളും കാര്യങ്ങളും കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണേ പോവാം. അപ്പോൾ ഇനി പോണ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ ഇന്തോനേഷ്യയിലേക്ക് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോകാനായി റെഡിയായി. ഇതിന് മുന്നേ നമ്മൾ പാടത്തായിരുന്നു പരിപാടികൾ. അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ഒരു 2.5 മണിക്കൂറല്ലേ, 2.5 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്ത് 9:30 ഫ്ലൈറ്റ്. അവിടെ പോയി 3 മണിക്കൂർ നമുക്ക് 3 മണിക്കൂർ ഇപ്പോൾ ഏകദേശം 3:15 നമ്മുടെ സുഹൃത്ത് വരാണ് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ അവനും കൂടി വന്നിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അവൻ ജംഗ്ഷനിൽ നിൽക്കാറുണ്ട്, നമുക്ക് അവനെയും കൂട്ടിയിട്ട് നേരെ പോകാം. അപ്പോൾ പോണ വഴിക്കുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇന്തോനേഷ്യ ബാലിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് പോരാ. തിരിച്ച് ഞങ്ങളുടെ ജംഗ്ഷനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് ഇവിടെ. മഴ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഒരേ മഴ, പെരുമഴയാണ്, പെരുമഴക്കാലം. മേഘങ്ങൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ. ഇതാണ് നമ്മുടെ നാട്. നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട്, കൃപേഷ്, വണ്ടി ഓടിക്കാൻ. കമാൺ ഇന്ത്യ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രതീഷ്, എനിക്ക് സങ്കടം കൊണ്ടാ ഇന്തോനേഷ്യക്ക് വരാത്തതിൻ്റെ? നമുക്ക് തീർക്കട്ടെ, നമുക്ക് ഈ സങ്കടങ്ങളൊക്കെ നമുക്ക് തീർക്കാം കേട്ടാ. നമുക്കവിടെ വണ്ടി സൗകര്യങ്ങളില്ലാത്തതാണ്, അല്ലെ ഇതിനെ കൂട്ടിട്ട് പറ്റാവും. ഇവനും വരണം വേണ്ടിയിരിക്കണം. അവനും ഇന്തോനേഷ്യ ഇങ്ങനെ കാറിൽ പോയാലാണ് ചോദിക്കുന്നത്. അവൻ വണ്ടി ഓടിക്കാൻ ഭയങ്കര ആളാണ്. വണ്ടി എത്ര നേരം വേണമെങ്കിൽ ഓടിക്കും കേട്ടാ. അവന് താല്പര്യം അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളൊരു ദിവസം നമുക്കൊരു ട്രിപ്പ് അടിക്കാം എവിടെയെങ്കിലും അല്ലേ, ഒരു പോക്ക് വണ്ടിയിൽ തന്നെ നമ്മുടെ അടുത്ത രാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും. ആളുകൾ പോകണം എവിടെ കേട്ടാ, പോകാത്ത എവിടെയെങ്കിലും പോകണം ഇല്ല രതീഷ? എല്ലാവരും പോകണോ പോയിട്ട് കാര്യമില്ല. പക്ഷെ ഇന്തോനേഷ്യക്ക് ആളുകൾ പോണതാണ്, എങ്കിലും നമ്മൾ പോണത് കുറെ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത്. അതാണ് നമ്മുടെ വ്യത്യാസം. മഴ വീണ്ടും തുടങ്ങിട്ടാ, ഭയങ്കര മഴ. എന്താ നമ്മുടെ നാട് ഭംഗിയില്ലേ? ഇതൊന്നും ഒരു ഇന്തോനേഷ്യയിലും കിട്ടില്ല കേട്ടാ. കാലാവസ്ഥ നോക്കും എല്ലാവരും അടിപൊളിയല്ലേ? അതാണ് അവൻ വരാത്തത്. കാലാവസ്ഥ ഒരു ഇന്തോനേഷ്യയിലും കിട്ടില്ല നമ്മുടെ നാടിന്റെ ഭംഗി. നമ്മളിപ്പോ കുതിരാനെത്തിയിട്ടുണ്ട്. കുതിരാനൊക്കെ എന്താ ഭംഗിയണ്ടാ, ആ കാറുമേഘവും മലയും അല്ലേ, ഭയങ്കര ഭംഗി. നല്ല രസമുണ്ട് കുതിരാൻ കാണാൻ. ചെറിയ വെയിൽ ഓടിക്കാൻ തന്നെ സൂര്യൻ. ഇതാണ് കുതിരാൻ. ലൈറ്റ് കിട്ടും നല്ല അടിപൊളി അല്ലേ. ഉള്ളൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇപ്പൊ കാണുന്നത്. മുകളിലേ നമ്മളെ കുതിരാൻ തുരങ്കമൊക്കെ ഇറങ്ങി കഴിഞ്ഞു. ഓ ഭയങ്കര ഭംഗിയുണ്ട് സംഭവം. ആ
ആ കാർ വേഗവും ആ മഴ കാലാവസ്ഥയും പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പുറത്ത് തുറക്കത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് തുറക്കത്തേക്കുള്ള വഴി ഇട്ടേക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 വ്ളോഗർമാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണണം. ഇനി അവർ കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത് പോകുന്നത്. സമയമായിട്ടില്ല, നമുക്കിനി സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ മുകളിലേക്ക് പോകാം. മുകളിൽ പോയിട്ട് വേണം അവരെ കാണാൻ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ 2 വ്ളോഗർമാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരു വ്ളോഗർ വർഷങ്ങളായി യൂട്യൂബ് കീഴടക്കൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ ഒരാൾ പുതിയൊരാളാണ്. ഇതാണ് നമ്മുടെ വ്ളോഗർമാരുടെ. ഒന്ന് രതീഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ യാസിൻ വ്ളോഗ്. അപ്പോൾ കാണാത്തവരുണ്ട് യാസിൻ്റെ ഇതൊക്കെ കണ്ടോളെ. ഇവൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇവൻ ഫ്രീക്കാണ്. മുടിയൊക്കെ കണ്ടില്ലേ? ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ അടിക്കുന്നത് ചോദിച്ചത്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോണത്. പിന്നെ നമ്മുടെ ക്യാമറ പിടിക്കുന്നത് നമ്മുടെ പയ്യനും കൂടിയാണ് പോണത്. അപ്പൊ നേരിന് ഇന്തോനേഷ്യയിലേക്ക് അല്ലേ? സമയം 6:35 നമുക്ക് ചെക്ക് ഇല്ല. 6:35 6:35 ഒരു 10 മിനിറ്റ് വൈകാനും കുഴപ്പമില്ല. ഫ്ലൈറ്റ് എന്തായാലും പോയില്ല. 3 മണിക്ക് സമയമുണ്ട്. 9:35 ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ചെക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ചെക്കിങ് സമയമായി. നമ്മൾ രതീഷിനെ വിട്ട് പിരിയാണ്ട. അങ്ങനെ കൂട്ടാണ് നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്താ പറയുക, ഇപ്പോൾ രതീഷിന് നമുക്കൊരു ടിക്കറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ല നമുക്ക് രതീഷ് തീർച്ചയായിട്ടും വിളിക്കാം. അപ്പോൾ രതീഷ പോയിട്ട് തങ്ങളപ്പോട്ടാ കൂട്ടിട്ട് വരുന്നത് നമ്മൾ എവിടെയെങ്കിലും മലമ്പുഴയ്ക്ക് പോടാ. ഓക്കെ ശരിട്ടാ, അത് വേണം. അപ്പോൾ ഞങ്ങൾ യാത്ര പറഞ്ഞ് ശരിയാണ് അല്ലേ? ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ പോകണം. അവരുടെ പകരം കഴിയപ്പെടുന്നു. അപ്പോൾ പ്രദേശ കാര്യങ്ങളൊക്കെ നോക്കി രതീഷിനെ കൊണ്ടുപോലെ നോക്കി വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. ഞങ്ങളിനി എയർപോർട്ടിനകത്ത് ഇതൊക്കെ കൺഫേം ആയി ഞങ്ങൾ വിളിക്കാം കേട്ടോ. ബോർഡിങ്ങില്ലേ, ബോർഡിങ്ങിൽ കൺഫേം ആയി വിളിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് 2 ബോർഡിങ് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റാണ് പോകണം. 2 ബോർഡിങ് അതുകൊണ്ടാ 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ നിന്നും പിന്നെ നമുക്ക് മാറിക്കയറാണ്ടല്ലേ, മലേഷ്യയിൽ നിന്ന് മാറിക്കയറാനുണ്ട്. അപ്പോൾ നമ്മളിനി ചെക്കിങ്ങിലേക്ക് പോകണം. അവിടെ നമുക്ക് വീഡിയോ പരിപാടി ഷൂട്ടിംഗ് ഒന്നും പറ്റില്ല. ഓക്കെ, രതീഷ് ചേട്ടനെ കണ്ടതാണ്. എല്ലാം ബോർഡിങ് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. അതെ, യാസിന്റെ ബാഗിൽ 2 ബാറ്ററി. പിന്നെ എന്നെയും വിളിച്ച് അതുവരെ കൊണ്ടുപോയി നടന്ന് പൂപ്പാടളി. അതെ, 2 കിലോമീറ്റർ അല്ല 3 കിലോമീറ്റർ നടക്കണം. മൊത്തം മടനെ കറങ്ങി. അത് പക്ഷെ വേറെ അവിടെ നമ്മൾ ഇങ്ങനെ കാണാൻ പറ്റാത്ത പല സാധനങ്ങളും നമ്മൾക്ക് അവിടെ കണ്ടുട്ടാ. അതാണ്. അതെ അതെ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ചെക്കിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്കാണ്. ഫ്ലൈറ്റിലേക്ക് ഉള്ളിലേക്ക് പോകണം. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോട്ടത്. ഈ ബാഗ് എന്തിനും പട്ട് കഴിഞ്ഞാൽ ഭക്ഷണം നടന്നിട്ട് ക്ഷീണിച്ചു മൂടില്ലല്ലോ. നമ്മുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇവിടെ സമയമില്ലേ. ഇവനാണെങ്കിൽ ബാറ്ററി, ഇവൻ ഗോപ്രോ ഉണ്ട് എന്ന് പറഞ്ഞു, ബാറ്ററി പുറത്തായിരുന്നു അതിന്. അതാണ് ഭയങ്കര പ്രശ്നമുണ്ടായത്. അങ്ങനെ ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. എന്തായാലും ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. കുറേ നമ്മൾക്ക് ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതാണ് അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാം പിടിക്കുക വെച്ചാൽ എല്ലാ സാധനവും പിടിക്കുക വെച്ച് എന്നെ മാത്രമേ വിട്ടുള്ളൂ. ബോർഡിംഗ് പാസ്, പാസ്പോർട്ട് മാത്രം. ഓക്കെ, എന്തായാലും ഫ്ലൈറ്റിൽ കയറാം നമുക്ക്. അങ്ങനെ ഫ്ലൈറ്റിനകത്ത് രതീഷാണ് ലഗേജിന്റെ പാർസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിനകത്ത് പിന്നെ നമുക്ക് ബാലിയെ വെച്ച് നമുക്ക് നമുക്ക് പിന്നെയും സഞ്ചരിക്കാനുണ്ട്. അവിടുന്ന് പിന്നെയും നമുക്കൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുണ്ട്. അവിടുന്ന് എന്തോ ഒരു സ്ഥലമാണ് അത്, അവൻ മറ്റവനെ അറിയുള്ളൂ. അപ്പോൾ ബാലി വരെയുള്ള നമുക്ക് എന്തായാലും കാണാം. അങ്ങനെ നമ്മളിപ്പോൾ എയറിലാണ് ഇരിക്കുന്നത്. മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ്. ഉണ്ടാകും ഫ്ലൈറ്റിൻ്റെ പോക്കോയില് എൻജിൻ. അതെ അതെ, എന്താ ഭംഗി. ആഹാ, നമ്മുടെ കൊച്ചി. അതെ, രാത്രിയാണ് ഭംഗി. അങ്ങനെ നമ്മൾ കോലാലംപൂർ എത്തിയിരിക്കുകയാണ്. ശരിക്കും കോലാലംപൂർ എന്ന് ഈ നാട്ടിൻ്റെ പേര് വന്നത് ഇതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. മൊത്തം കോലം കെട്ട പോലെ ഇരിക്കണം. നമ്മളിത് കണക്ഷൻ ഫ്ലൈറ്റാണ്. നമ്മൾ എന്തായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇറങ്ങും. ഇവിടെ നമ്മളൊരു 6 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. എന്നിട്ട് വേണം നമ്മൾ അടുത്ത് ബാലിക്ക് പോയി. അടിപൊളിയിട്ടാ, നല്ല രസമാണ് കാണാൻ.
അതെ കോലാലംപൂർ. അങ്ങനെ നമ്മൾ കുലാലംപൂർ മലേഷ്യ അല്ലേ, മലേഷ്യയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ 6 മണിക്കൂർ കിടക്കണം. ഇവിടെ ചായ വെള്ളം കിട്ടൂടെ അവിടെ ആണോ? ഇവിടെ ചായക്കടകളൊക്കെ കുറവാണെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ ഒന്നുമില്ലേ? ആ അപ്പോൾ ഇത്തിരി ചായ വെള്ളം കിട്ടുകയാണെങ്കിൽ സൗകര്യമായി അല്ലേ? നൂഡിൽസാ ചൈനീസ് അതാ ഞാൻ ഡെയിലി രാവിലെ കഴിക്കണത്. രതീഷേട്ടനാടി ഓ വരുന്നു, ഫോണൊക്കെ നോണ്ടിക്കൊണ്ട് വരികയാണ്. ഇവിടെ വൈഫൈ കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഇരിക്കാം 6 മണിക്കൂർ അല്ലേ? 6 മണിക്കൂർ നല്ല സ്പീഡുള്ള വൈഫൈ. പല്ലൊക്കെ തേച്ച് മോഹം കഴുകി ഇവിടെ ഇരിക്കാം. അപ്പോഴേക്ക് നേരം വെളുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നേരെ ഡയറക്റ്റ് ബാലി കേട്ടാ. ഓക്കെ, ഇവിടെ ആ ഒരു കടയുള്ളൂ കേട്ടോ, നമ്മൾ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഇവിടെയൊക്കെ കോവിഡ് കാരണമൊക്കെ പൂട്ടിപ്പോയിരിക്കണം. അപ്പോൾ അതിൽ ക്യൂ നിൽക്കുകയാണ് ആളുകൾ. ഞങ്ങളിവിടെ ഇവിടുന്ന് കഴിക്കില്ല. ഇത് മലേഷ്യൻ എയർപോർട്ടാണ്, മലേഷ്യയിലെ കോലാലംപൂർ എന്ന് പറയുന്ന എയർപോർട്ടാണ്. ഈ കോവിഡ് കാരണം എല്ലാം പൂട്ടി, പിന്നെ തുറന്നിട്ടില്ല. ഇവിടെ 6 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. ഇരുന്ന് ബോറടിച്ച് ഉറക്കം തോന്നി രതീഷ് ചേട്ടനും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു പുതിയ സുഹൃത്തിന് കിട്ടിയാണ്. കാര്യം പേരെന്താണ്? തൗഫീഖ്. സ്ഥലം എവിടെയാണ്? കോഴിക്കോട്ടിലേക്കാണ്. ഇന്തോനേഷ്യയിലാണ് പുള്ളിക്ക് ജോലി. അപ്പം പുള്ളിയും കിട്ടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഇനി നമ്മൾ 1 മണിക്കൂർ ഇരിക്കുന്നു അല്ലേ? 1 മണിക്കൂർ ഇരുന്ന് നമുക്ക് നേരെ ബാലി എത്താം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കണില്ല, ഞങ്ങൾ ബാലി ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ബാലി വെച്ച് നമുക്ക് കാണാമല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറയുന്ന എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. സമയം 2 മണി അല്ലേ? 2:30ക്കാണ് അവിടെ നമ്മൾ ലാൻഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇന്തോനേഷ്യയിൽ കാലുകുത്തി. ഇനി ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചാണ്. നല്ല അടിപൊളി രസം, കാണാൻ നല്ല രസമുണ്ട്. ഈ വെളിയിലേക്കല്ലേ, ഒരു വ്യത്യസ്തമായ ഒരു എയർപോർട്ടാണ്. നല്ല രസമല്ലേ? നമ്മൾ സാധാരണ എയർപോർട്ടൊക്കെ കാണുമ്പോൾ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കുറച്ച് പ്രകൃതി മനോഹരമായ കുറച്ച് സംഭവമാണ്. നല്ല രസമുണ്ട്. നമ്മളങ്ങനെ ഇന്തോനേഷ്യ ബാലിയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചക്കിലൊന്നും കഴിച്ചില്ല. അപ്പോൾ ഈ പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്താൽ നോക്കുമ്പോൾ സമയം, ഇവിടുത്തെ സമയം 5 മണി അല്ലേ? നമ്മുടെ സമയം ഏകദേശം 2:30 അല്ലേ? 2:30. നമ്മുടെ നാട്ടിലെ സമയം 2:30. അപ്പോൾ ഇനി ഓരോ വ്ളോഗുകൾ അടിപൊളിയായിരിക്കും. അതെ, ഇത് നമ്മുടെ വരവ് മാത്രമാണ്, ചെറിയൊരു വെടിക്കെട്ടുകൾ മാത്രം. ഇനി നമുക്ക് വരാനുള്ളത് വൻ വെടിക്കെട്ടുകളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി ട്രാവൽ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. അതുപോലെ എൻ്റെ ഫിറോസ് ചുറ്റിപ്പാറ എന്ന് പറഞ്ഞ എൻ്റെ ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല അടിപൊളി കണ്ടന്റുകൾ കിട്ടും. കണ്ടന്റുകളുടെ നാടാണ്. നമ്മളിവിടെ എന്തായാലും 1 മാസം ഉണ്ട്. നമ്മളോട് അടിച്ചു പൊളിച്ച് അതെ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. അപ്പോൾ നമ്മുടെ ട്രാവൽ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാൻ